നമുക്ക് കുറച്ച് ഇക്വേഷൻസ് പഠിക്കാം. അതായത് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് d/dx ഓഫ് c ഈക്വൽ ടു 0 ആണ്. അതായത് ഒരു കോൺസ്റ്റൻറ്റിൻ്റെ ഡെറിവേഷൻ എടുത്തു കഴിഞ്ഞാൽ എന്താണ്, അത് ഈക്വൽ ടു 0 ആണ് നമുക്ക് കിട്ടുക. അതുപോലെ d/dx ഓഫ് എക്സ് എന്ന് പറയുന്നത് ഈക്വൽ ടു 1 ആണ്. d/dx ഓഫ് എക്സ് എടുത്താൽ 1 കിട്ടും. അതുപോലെ d/dx ഓഫ് ഇ പവർ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇ പവർ എക്സ് ആണ്. അതേപോലെ തന്നെ d/dx ഓഫ് എ പവർ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ പവർ എക്സ് ഇൻറ്റു ലോഗ് എ ആണ്. അപ്പോൾ നമുക്ക് ആ ഇക്വേഷൻസ് എല്ലാം തന്നെ ഒന്ന് മനഃപ്പാടമാക്കാനായിട്ട് ശ്രമിക്കാം. d/dx ഓഫ് c എന്താണ്, 0 ആണ്. d/dx ഓഫ് എക്സ് എന്താണ്, 1 ആണ്. d/dx ഓഫ് ഇ പവർ എക്സ് ആണ്. അതുപോലെ d/dx ഓഫ് എ പവർ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ പവർ എക്സ് ഇൻറ്റു ലോഗ് എ ആണ്. ഇനി d/dx ഓഫ് എക്സ് പവർ n പ്ലസ് 1/n+1 അതെന്താണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് പവർ n ആണ്. n നോട്ട് ഈക്വൽ ടു -1 എന്ന് പറയുന്നു. അതായത് ആ താഴത്ത് കാണുന്ന ഡിനോമിനേറ്ററിൽ കാണുന്ന n+1ൻ്റെ സ്ഥലത്ത് ആ n-ന് -1 കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, -1 + 1 എന്ന് വരും. അതായത് അവിടെ 0 ആയി പോകും. അപ്പോൾ അത് പാടില്ല, ബാക്കി ഏത് നമ്പർ വേണമെങ്കിൽ എടുക്കാം എന്നുള്ളതാണ് അവിടെ പറയുന്നത്, n നോട്ട് ഈക്വൽ ടു -1 എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ മനസ്സിലാക്കുക, d/dx ഓഫ് എക്സ് പവർ n പ്ലസ് 1/n+1 ഈസ് ഈക്വൽ ടു എക്സ് പവർ n ആണ്. ഇനി നമുക്ക് ട്രിഗണോമെട്രീൻ്റെ ഡെറിവേഷൻ നോക്കാം. d/dx ഓഫ് സൈൻ എക്സ് എന്താണ്, അത് കോസ് എക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ d/dx ഓഫ് കോസ് എക്സ് മൈനസ് സൈൻ എക്സ് ആണ്. അതുപോലെ d/dx ഓഫ് ടാൻ എക്സ് sec² x ആണ്. ഇനി d/dx ഓഫ് ഇതിൻ്റെ എല്ലാം സൈനിൻ്റെ റെസിപ്രോക്കലാണ് കൊസീക്ക്, കോസിൻ്റെ റെസിപ്രോക്കലാണ് സീക്ക്, അതുപോലെ ടാനിൻ്റെത് കോട്ടാണ്. അപ്പോൾ അതിൻ്റെ ക്രമത്തിൽ തന്നെ നമുക്ക് പഠിക്കാം. എന്താണ് d/dx ഓഫ് കൊസീക്ക് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, മൈനസ് കൊസീക്ക് എക്സ് ഇൻറ്റു കോട്ട് എക്സ് ആണ്. അതുപോലെ d/dx ഓഫ് സീക്ക് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീക്ക് എക്സ് ഇൻറ്റു ടാൻ എക്സ് ആണ്. d/dx ഓഫ് കോട്ട് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് കൊസീക്ക്² x ആണ്. ഇനി കറസ്പോണ്ടിങ് ആയിട്ട് ഈ സൈനിൻ്റെയും കോസിൻ്റെയും ഇതെല്ലാം നമ്മൾ അതിൻ്റെ ഇൻവേഴ്സ് നോക്കാം. d/dx ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സ് എന്താണ്, 1/√1 - x² ആണ്. d/dx ഓഫ് കോസ് ഇൻവേഴ്സ് എക്സോ -1/√1 - x² ആണ്. അതുപോലെ d/dx ഓഫ് ടാൻ ഇൻവേഴ്സ് എക്സ് 1/1 + x². ഇനി d/dx ഓഫ് കൊസീക്ക് ഇൻവേഴ്സ് എക്സോ -1/x × x² - 1. d/dx ഓഫ് സീക്ക് ഇൻവേഴ്സ് എക്സ് 1/x × x² - 1. അതുപോലെ d/dx ഓഫ് കോട്ട് ഇൻവേഴ്സ് എക്സ് എന്ന് പറയുമ്പോൾ -1/1 + x². അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പറഞ്ഞ് പഠിക്കുക. അതുപോലെ തന്നെ എഴുതി പഠിക്കാൻ പറ്റുമെങ്കിൽ അത് എഴുതിയും പഠിക്കുക. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കത് എന്നും ഓർമ്മയിൽ നിൽക്കുന്നതാണ്.